ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നതാ ഒരു സൺഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സൺഡേ വൈബ്സ്. എന്താണ് വെച്ചാൽ നമ്മുടെ സൺഡേ വൈബ്സ്? ഞാൻ അങ്ങോട്ട് പോകുന്നു. സൺഡേ വൈബ് അല്ല കേട്ടോ, സൺഡേ വൈബ്സ്. നമ്മുടെ സൺഡേ വൈബ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സൺഡേ ഇങ്ങനെ എൻ്റെ കൈ കിട്ടിയ ഈ വീട് തലകുത്തി വെക്കാം അല്ലെങ്കിൽ മറിച്ച് വെക്കാം എന്നൊക്കെ ഉള്ള ഐഡിയാസ് വരും അല്ലേ? പണിയെടുക്കാം. തുടക്കം തന്നെ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് ഒക്കെ കുടിച്ചാണ് ആശാന്റെ തുടക്കം. ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് സത്യമാണ്. എന്റെ ഗ്ലോ കണ്ടില്ലേ? ഇന്ന് 14ാമത്തെ ദിവസത്തെ വീഡിയോ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സെറ്റാണ്. മുറി ഗ്ലോ അടിച്ചെന്നൊക്കെ. ഓക്കെ, ഇന്ന് 14 ദിവസം തികയാണ് എന്റെ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക്. അത് വേറെ വീഡിയോയിൽ പറയാം. ഗ്ലോ എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതല്ലേ? ഇവിടെ ഒരു കുരു വന്നത്, ഒരു ബൾബ് വന്നിരിപ്പുണ്ട്. ഞെക്കി പൊട്ടിക്കാഞ്ഞിട്ട് എൻ്റെ കൈ അങ്ങോട്ട് തെരിക്കുക. ഓക്കെ, എനിവേയ്സ് പണികൾ കുറേയുണ്ട്. എൻ്റെ വീട് അലങ്കോലമായി. 2 നൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചു പോയതാ ഇങ്ങനെയാണ്. 2 നൈറ്റിന് ഇങ്ങനെ ആ വീട് മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് ക്ലീൻ ആക്കി. ഇന്നത്തെ വൈബ് അതാണ്. ക്ലീനിങ് വ്ളോഗ് ഉണ്ടാ. ശരി, നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ദാ ഈ കിച്ചണിൽ കിടക്കുന്ന പാത്രങ്ങൾ മുഴുവൻ ക്ലീൻ ആക്കണം. അത് കഴിയുമ്പോൾ ദോശ ഉണ്ടാക്കണം. ആഹാ, ഇന്ന് ദോശയും ചട്നിയാ. സാമ്പാർ ഇവിടെ പോകില്ല കേട്ടോ, അതുകൊണ്ടാണ് പാത്രങ്ങൾ ഞാൻ എടുത്ത് ഡിഷ്വാഷറിൽ വെച്ചു. അതാരും കണ്ടില്ല. ഞാൻ പണിയെടുക്കുന്ന ആരും കാണുന്നില്ല. അത് നിങ്ങളെ കാണിക്കുന്നില്ല. സത്യത്തിൽ ഇവിടെ പണിയെടുത്ത് മരിച്ചു. അതുകൊണ്ടാണ് ആഴ്ചയിൽ 6 ദിവസം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്യും, വെറുതെ പറയണ്ട. ഓക്കെ, ബൈ. രാവിലെ നല്ല പാത്രം കഴുകുന്നു. പാത്രം കഴിച്ചാണ് എൻ്റെ മെയിൻ പണി. കുക്കിംഗ് കുറവാണെങ്കിൽ ഇഷ്ടംപോലെ പാത്രമുണ്ട് കഴുകാനൊക്കെ. ദോശ ഉണ്ടാക്കിയാണ്. ദോശ നല്ല അടിപൊളി ദോശ. ഞങ്ങൾക്ക് സോഫ്റ്റ് ദോശയാണ് ഇഷ്ടം. ഞങ്ങൾക്കാണോന്ന് എനിക്കറിയില്ല, എനിക്ക് സോഫ്റ്റ് ദോശ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അടച്ചു വയ്ക്കും. നല്ല മുരിഞ്ഞ ദോശയൊക്കെ വേണമെങ്കിൽ കടയിൽ ഒന്ന് പോയി കഴിക്കണം. അല്ലേ സാ? ഞാൻ ഉണ്ടാക്കുന്ന ദോശയാണ് ഏറ്റവും സോഫ്റ്റ്. നിങ്ങൾക്ക് ദോശ പരത്താനെങ്കിലും അറിയാമോ? അറ്റ്ലീസ്റ്റ് ഒഴിക്കാനെങ്കിലും അറിയാമോ? ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തൂക്കുന്നതായിരിക്കും. പക്ഷെ ഞങ്ങളുടെ നെയ്യ് ഇവിടെ ഇങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് കട്ട കുത്തിയിരിക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെ പരത്തും. അപ്പം എല്ലായിടത്തും നെയ്യാവും. അടിപൊളി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ആ ക്രെഡിറ്റ് വേണ്ടി അങ്ങനെ ഏറ്റെടുക്കണ്ട. അതെന്റെ സ്വന്തം, എന്റെ സ്വന്തം. വീട്ടിലല്ല, അമ്മയോട് ചോദിച്ചു കൊടുത്തായിരിക്കുള്ളൂ. പിന്നെടാ, ഇത് കണ്ട് അമ്മ നെയ്യ് ഒഴിക്കാറില്ല ദോശ. നിങ്ങൾ ഒരിക്കലും ആരെങ്കിലും ദോശയിൽ നെയ്യ് ഇടുന്നു? ഇവിടെ അങ്ങനെയൊക്കെയാണ് കഴിക്കണം. നെയ്യിടില്ലേ? എനിക്കറിയാമല്ല. ഞാൻ ഇടും, നല്ല ടേസ്റ്റാ. അവിടെ പേടിപ്പിക്കല്ലേ ചട്ടം വെച്ചിട്ട്. പ്ലീസ് കൊല്ലണ്ട. എന്നോട് ചെയ്യണ പോലെ അവരോട് ചെയ്തിട്ടാ. സെറ്റ്. ഇനി ഉണ്ടാക്കി കഴിയുമ്പോ കാണാം. അയ്യോ, ഒന്നും പറ്റിയില്ല. അങ്ങോട്ട് നീങ്ങി പോണേ. കുഞ്ഞുപെണ്ണിന്റെയും നോങ്കുട്ടന്റെയും വലിയ ആഗ്രഹമാണ് ഈ വീട്ടിൽ പപ്പീനെ വേണമെന്ന്. ആ ആഗ്രഹം ഞങ്ങളാണ് സാധിച്ചു കൊടുത്തു. അല്ലേ ചായ? ഞാൻ തന്നെ ബാറ്ററി ഇട്ട് പിള്ളേർ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കണമെന്ന് സിദ്ധിക്ക പറഞ്ഞേക്കണേ. അതുകൊണ്ട് പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളും ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഇതുപോലെ. ഡേന ഗൈസ്, നമ്മുടെ ദോശ റെഡി. ആദ്യം എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാം അല്ലേ? യെസ് യെസ് യെസ്. എന്നാ ഈ പെണ്ണ് ജീരമൽക്കല്ല വേറെ ഒന്നും കഴിക്കൂല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഞാനിപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് എല്ലാം. അത് എഗ്ഗല്ല, ദോശ എന്ന് പറയും. ദോശ. ഇനി അതിൻ്റെ ഒരു കുറവ് എന്തിനാ അല്ലേ? അടിപൊളി. എന്തോ എൻ്റെ കൊച്ച് ഓജോ പപ്പ എൻ്റെ കൊച്ചിന് ചീത്തയാക്കണേ. ഇതേ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നു. അതിന് കുറച്ച് ഹെൽത്ത് കിട്ടണമെങ്കിൽ മതി ചായ, അല്ലാതെ എനിക്ക് നിർബന്ധമൊന്നുമില്ല.
വയറ് നിറച്ചാലാണല്ലോ അല്ലേ ഹെൽത്ത് കിട്ടുള്ളൂ. സോറി, എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. കഴിക്കൂ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കുറ്റം പറയൂ. കുഴപ്പമില്ല, ഓക്കെ മതി. നല്ലതാണോ? താങ്ക് യു. ഗുഡ്. ഓ ദാറ്റ്സ് ഗുഡ് വിത്ത് ദ ഷുഗർ യു മീൻ? ആ ചട്നി വെച്ചൊന്ന് ട്രൈ ചെയ്യാവോ, എന്നിട്ട് പറ. ചേട്ടൻ ഇറങ്ങിയപ്പോ പറഞ്ഞു. റോണു ഇപ്പോഴും നല്ല ഉറക്കം, അതുകൊണ്ട് റോണു നല്ല ഉറക്കമായതുകൊണ്ട് അവന്റെ ഇത് കിട്ടണില്ല. അവൻ ഇനിയിപ്പോ എപ്പോഴാന്ന് വെച്ചാൽ എണീറ്റിട്ട് കഴിക്കുമ്പോ പറയും നല്ല അടിപൊളി സാധനമാണ്. അവന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. അവൻ മലയാളി കൊച്ച, അവൻ കേരള നാട്ടിൽ വെച്ച് പിറന്നത് കൊണ്ടാവും. അല്ല, വയറ്റിൽ പിറന്നത് കൊണ്ടാവും. മലയാളീകരിച്ച ഫുഡ് അവന് ഇഷ്ടം. അതെന്താ, നല്ലതല്ലേ പറഞ്ഞത്, കറക്റ്റ് അല്ലേ? ഓക്കെ, എനിവേസ് എൻ്റെ റോംബൂട്ടും തനിയും നാടൻ കൊച്ചും കഴിക്കുന്ന കാര്യത്തിൽ കേട്ടോ ഐറൂട്ടി കനേഡിയനും വേണം. അല്ല ഐറു? ഓക്കെ, എനിവേസ് കഴിച്ചിട്ട് വരാം. ബൈ. കിച്ചണിലെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഈ ബെഡിലിരിക്കുന്ന ഈ 3 പെട്ടിക്കകത്തിരിക്കണ എൻ്റെയും പിള്ളേരുടെയും ക്ലോത്ത്സ് ആണ്. ഇത് മുഴുവൻ മടക്കി ഒതുക്കി കബോർഡിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ മുറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ആൻറ്റി വന്ന് നിൽക്കും. ഒരാഴ്ചത്തേക്ക് ഇനി ആൻറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആൻറ്റിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന മുറി എന്ന് പറയുന്നതാ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ മുറിയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് തുണികളെല്ലാം മടക്കി ഓരോരുത്തരുടെയും കബോർഡിൽ കൂടെ ഓരോരുത്തരുടെയും തുണി കൊണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഈ റൂമിന്റെ ബെഡ്ഷീറ്റും കൂടെ മാറ്റിയിട്ട് വേണം ആന്റീനെ വെൽക്കം ചെയ്യാനായിട്ട്. ഇന്ന് ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് പള്ളിയിൽ പോവാം. രാവിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ആളും ബഹളം ഒക്കെ ആയിരിക്കും, നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് കുർബാനയും കണ്ടെങ്കിൽ പോരാലോ. അപ്പൊ പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അപ്പയുടെ അടുത്ത് പോയി ആന്റീനെ പിക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. നമ്മൾ ആക്ച്വലി കുഞ്ഞിപ്പെണ്ണിന്റെ തുണികളെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പോൾ റോങ്കുട്ടൻ്റെ തുണി മടക്കാനായിട്ട് റോങ്കുട്ടൻ്റെ മുറിയിലേക്ക് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഇതാ അഞ്ജു കാർമൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്കൊരു കമൻ്റ് ഇട്ടിരുന്നു, വാർഡ്രോബ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാം. താങ്ക് യു എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചതിന്. ചെയ്ത് കഴിയുമ്പോൾ നല്ലതാണോ എന്നും കൂടി മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അഞ്ജു. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. നമുക്ക് എന്താ പറയുക, പരിമിതികളാണെന്നേ, ആരും വീഡിയോ ഒന്നും എടുത്തു തരാനില്ല. നമ്മൾ ഈ സ്റ്റാൻഡും ഇതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ റോയിച്ചിന് എൻ്റെ കയ്യിലൊന്ന് കിട്ടുക, അന്നേരം എടുക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. നോക്കട്ടെ, പുള്ളി ഇന്നിപ്പോൾ ബിസിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ബിസി അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരാൾ ഈ പറഞ്ഞതുപോലെ എന്നോട് ചിക്കുവിനെയും കൂട്ടിയിട്ടൊരു കുറേ ചലഞ്ച് ഗെയിംസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ ഗെയിംസ് സജസ്റ്റും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ശ്യാമ. ഞാൻ ചെയ്യാം കേട്ടോ. ചിക്കുവിനും എൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് വേറെ വേറെ ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് സമയം കിട്ടുന്നില്ല. പക്ഷേ നോക്കട്ടെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ചിക്കുവിനെയും കൂടെ കിട്ടുമ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ചലഞ്ചസ് ചെയ്യാനായിട്ട്. പിന്നെ എന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേഗം മടക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ തുണിയെല്ലാം മടക്കി വെച്ചു കേട്ടോ. എൻ്റെയും പിള്ളേരെ എല്ലാവരെയും മടക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഈ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വാക്വം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഈ റൂമിന്റെ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ ഏരിയ. എൻ്റെ റോങ്കുട്ടൻ ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം അവിടെ വാക്വം ചെയ്ത് തന്നുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ പണി അങ്ങ് തീർക്കാമെന്ന്. ഓക്കെ, ദ റൂം ഈസ് സെറ്റ് ഫോർ ആൻഡി. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബെഡ്ഷീറ്റാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്നതാണ് കേട്ടോ. അമ്മ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ് ഇത്. പണ്ട് സൗദിയിലായിരുന്നപ്പോൾ യെല്ലോയിൽ ടീൽ കളർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടിങ്ങ് പോകുന്നു അമ്മയുടെ അടുത്തുനിന്ന്. ഇന്നത്തെ ഫുൾ വാക്യൂം ക്ലീനിങ് എൻ്റെ റോങ്കുട്ടനാണ്. മാസ്റ്റർ ബെഡ്റൂം, റോണുവിൻ്റെ ബെഡ്റൂം, ഐറുവിൻ്റെ ബെഡ്റൂം, ലിവിംഗ് റൂം. റോണു ആണ് കേട്ടോ മിക്കവാറും എനിക്ക് വാക്യൂം ചെയ്ത് തരാറ് വീട്. അതുകൊണ്ട് ഹീസ് പെർഫെക്റ്റ് ഇൻ ഇറ്റ്, ഹീസ് മാസ്റ്റർ ഇൻ ഇറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അവൻ ഇവിടെ വാക്യൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് നമുക്ക് ബാക്കി റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്താനുള്ള പ്ലാൻ ചെയ്തിട്ട് വരാം. അങ്ങനെ പണികൾ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ബെഡ്റൂമിനെ നമ്മളൊരു വേറെ തന്നെ ലോകമാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, ചെറിയ കുറച്ച് മാറ്റങ്ങൾ. മല്ലനെ കൊണ്ട് ഞാനിന്ന് പണിയെടുപ്പിക്കും. മല്ലൻ മല ചുമക്കും. അങ്ങനെയാണോ? മലയൊന്നും തൽക്കാലം ചുമക്കണ്ട. ആ ഇരിക്കണ മേശയൊന്നും എടുത്ത് ഇതാ മടിയൻ മല ചുമക്കുന്നാണ്. നിങ്ങളൊരു മടിയൻ തന്നെ ആയതുകൊണ്ട് മടിയൻ ഇന്ന് മല ചുമന്നോളൂ. മലയ്ക്ക് പകരം
ഞാൻ മടിയിലല്ലാത്തതുകൊണ്ട് ഞാൻ നിരപരാധനാണ് സാർ. നിരപരാധനാണെന്നോ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ആ മലയൊന്നും എടുക്കണ്ട. ആ ഒരു കുഞ്ഞു ടേബിൾ എടുത്തതാ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് തന്നാൽ എൻ്റെ ചെയർ എടുത്ത് അവിടെ ഇട്ട്. നിങ്ങൾ മല്ലനല്ലേ? എക്സസൈസ് ഒക്കെ അങ്ങോട്ട് ചെയ്യാൻ ചായ. എൻ്റെ വാച്ച് കളക്ഷൻ ഞാൻ വേറൊരു വീഡിയോ സെറ്റ്. ബാ. കുഞ്ഞിനെടുക്കാന്ന കാര്യമുള്ളൂ. അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് അത്രയും ഇല്ല. ഇതായിരുന്നു പൊന്നിക്കര പറയണല്ലേ. അയ്യോ എന്റെ അലമാര. അതിനത്ര വെയിറ്റ് ഇല്ല. ആ ശരി കേട്ടോ, വലിയ വെയിറ്റ് ഇല്ല. ബാക്ക് ടു പഴയ സെറ്റ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ ആള് റോയിച്ചാണ്. റോയിച്ച് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അറേഞ്ച്മെന്റ്സ് മാറ്റുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അത് പക്ഷെ നല്ല രീതിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്, നല്ലതിലാണല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മുടെ ഈ കാനഡയിലെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ വീടുകളും പണിയുന്നത് അങ്ങനെയാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം ഇച്ചിരി സ്പേഷ്യസ് ആയിരിക്കും, പിന്നെയുള്ള ബെഡ്റൂംസ് ഒക്കെ ചെറിയ ചെറിയ സൈസുകളായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ അവിടെ ഇടും ഈ ടേബിള്. കുറേ നാൾ കഴിയുമ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു ചെയർ കൊണ്ടിടും. തോന്നുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യും അല്ലേ? റോച്ചിന്റെ പരാതി അതാണ്, പിള്ളേർ ചെയർ നശിപ്പിക്കുന്നത് കൊണ്ട്. ദബിളിക്കുട്ടിക്ക് ബാറ്റി അല്ല അപ്പറേ. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വയ്ക്കാൻ. മേക്കപ്പ് സെറ്റാണ് കാര്യം. ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് സിറോം എൻ്റെ ലിപ്സ്റ്റിക്കും എൻ്റെ ഐ പെൻസിലും ഒക്കെ അല്ലേ ഉള്ളൂ. ശരിയല്ലേ? ഇത് വെച്ച് കഴിയുമ്പോൾ സാരല്ല, ഇപ്പം ആ ഭംഗിയിലിരിക്കട്ടെ. ഇതാണ് എൻ്റെ മേക്കപ്പ്. എന്താണ് ഇതിന് പറയുക? മേക്കപ്പ് മിറർ. അതിനകത്തൊരു മിററുണ്ട്. ഇരുന്നൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്. പക്ഷേ ഇരുന്നൊന്നും ചെയ്യാനുള്ള ഒരു അത്രയും വലിയ മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് എടുത്ത് വേഗം കണ്ണെഴുതി ഒരു ലിപ്സ്റ്റിക് കൂട്ട് അങ്ങ് പോകും, അത്ര തന്നെ. ഈ അടുത്ത് പുതുതായിട്ട് വന്നതാണ് സെറ്റാഫിലിൻ്റെ ഒരു എന്നതാണിത്? അല്ല, മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ. ഇത് ഞാൻ തന്നില്ലല്ലേ? ഞാൻ ട്രൈ ചെയ്തതാണ്, ഒരാഴ്ചയായി ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്. അതിന്റെ ഗുണം ഇത് ട്രൈ ചെയ്ത് 3 ദിവസമായുള്ളൂ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പത്തേക്കും ഇവിടെ ഒരു കുരു വന്നു, ഇവിടെ ഒരു കുരു വന്നു, ഇവിടെ ഒരു കുരു വന്നു, ഇവിടെ ഒരു കുരു വന്നു. പക്ഷെ മാറ്റുന്നില്ല, കൊള്ളൂല. അല്ല, എന്റെ സ്കിന്നിന് ഞാനിത് നന്നാക്കിക്കോളാം. കുറച്ച് കുരുക്കൾ വന്നാൽ ഇല്ല, കുറച്ച് കുരുക്കൾ വന്നാലും ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ ഇടാതെ ഇനിയിപ്പോ സമ്മറൊക്കെ ആവാ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്ന് ഇട്ടേ പറ്റൂ. സെറ്റാഫിലിന്റെ നല്ലതാണെന്ന് എല്ലാരും പറഞ്ഞതുകൊണ്ട് ഞാൻ മേടിച്ച. പക്ഷെ എനിക്ക് കുരു വരും ഏതിട്ടാലും. തൽക്കാലം ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ക്ലിയറൻസിന്റെ കുഞ്ഞു ട്യൂബിന് $19. എന്തിന് നമ്മൾ അത്രയും പൈസ കൊടുക്കണം? ഒരു സൺസ്ക്രീൻ എല്ലാ ദിവസവും ഇടുന്നോണ്ട് തന്നെ അല്ലേ, അത്രയും പൈസ മുടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ സെറ്റാഫിൽ തന്നെ മേടിച്ചു. കുരുക്കൾ വന്ന് അഡ്ജസ്റ്റ് ആവട്ടെ അത് എന്ന് വിചാരിച്ചു. എന്നാ ബാ, ചെയർ എടുത്തിട്ട് വരാം ഗൈസ്. ദാ റോയിച്ചൻ ആ വലിയ കാട്ട ചെയർ ഒറ്റയ്ക്ക് തൂക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്ത് ദാ കൊണ്ടുവന്ന് വെക്കുന്നു. എൻ്റെ രാജാവിൻ്റെ എന്നതാ ചായ? രാജാവിൻ്റെ ചെയർ. സോറി, ഞാൻ രാജ്ഞിയാണല്ലോ, അപ്പോൾ രാജ്ഞിയുടെ ചെയർ ദാ കൊണ്ട് വെക്കുന്നു. ഈ ചെയർ റോയിച്ചന് ഇഷ്ടപ്പെട്ടിട്ട് റോയിച്ച മേടിച്ചതാണ് കേട്ടോ. പണ്ട് എവിടെ നിന്നായിരുന്നു വെച്ചാൽ അത്? ഹോം ഔട്ട്ഫിറ്റേഴ്സ് അല്ലേ? അല്ലല്ലോ, അതല്ലേ നിർത്തിപ്പോയത്? ഏതോ ഒരു കട, അങ്ങനത്തെ ഒരു കട, ഹോം ഔട്ട്ഫിറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിവിടെ നിർത്തിപ്പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഓഫറിൽ. എത്ര രൂപയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ അത്യാവശ്യം നല്ല വിലയുള്ള ചെയറായിരുന്നു. ക്ലിയറൻസ് ആയിരുന്നുകൊണ്ടും അവർക്ക് ക്ലോസിങ് സെയിൽ ആയിരുന്നുകൊണ്ട് ഭയങ്കര വില കുറച്ചിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ മേടിച്ച ഒരു ചെയറാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇരിക്കാനും ഒക്കെ. നമ്മൾ എക്സ്ട്രാ മേടിച്ച പില്ലോയാണ് ഇപ്പം റോയിച്ചൻ വെക്കുന്നത്. അത് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ചാരുമ്പോൾ ഭയങ്കര കുഴിഞ്ഞിരിക്കുമ്പോൾ നടു വേദന എടുക്കും. നടു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് റോയിച്ചൻ മേടിച്ച ഒരു വലിയ പില്ലോയാണ് കേട്ടോ ഇത്. കുഞ്ഞു പ്രഗ്നൻസി ടൈമില് ശരിയാ, ഐറുവിന്റെ പ്രഗ്നൻസിയില് ഇരിക്കാൻ വേണ്ടി മേടിച്ച. പക്ഷെ അതൊരു
ഇരിക്കാൻ പാടുള്ളതുകൊണ്ട് പിന്നെ നമ്മളൊരു കുഷൻ മേടിച്ചിട്ടിരുന്നു. കുഞ്ഞിന് ഇരിക്കാൻ വേണ്ടിട്ട്. കാരണം കുഞ്ഞിന് ഇതുള്ളതുകൊണ്ട് ചമ്പള പടിഞ്ഞിരിക്കാൻ വേണ്ടി. കുഞ്ഞ് മറന്നുപോയി, നമ്മള് സ്നേഹത്തിൽ മേടിച്ചാണ്, ഇപ്പൊ അതിനൊരു വിലയില്ല. അതങ്ങനെ ചെയ്യുന്നവര് നമുക്ക് ഓർത്തിരിക്കുള്ളൂ. അതെ, അപ്പൊ അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഇത് എൻ്റെ ഷെയറാണ്. ഞാനിത് ആർക്കും കൊടുക്കാറില്ല, കൊടുക്കാറില്ല ഇൻ ദ സെൻസ് ഞാനാണ് മിക്കവാറും ഇതിനകത്തൊക്കെ ഇരിക്കുക. അപ്പോൾ പണ്ട് നമ്മുടെ ഈ ബെഡ്റൂമിൽ പിള്ളേരും കൂടെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ചെയർ പിള്ളേർ കയറി നശിപ്പിക്കണ കണ്ടുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് താഴേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ പിള്ളേർ വലുതായപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബെഡ്റൂമിലേക്ക് അതേ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടതാണിത്. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം ഫൈനലി. കമൻറ്റ് ബിലോ ഹൗ ഈസ് അവർ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത് അല്ലേ ചായ? ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു സൺഡേ വൈബ്സിൻ്റെ 3/4 ഭാഗവും തീർന്നു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കുക, ഫുഡ് കഴിക്കുക, പള്ളിയിൽ പോവുക, ആൻറ്റീനെ പിക്ക് ചെയ്ത് വരിക. അത്രേ ഉള്ളൂ ഇന്നത്തെ സൺഡേ വൈബിൽ ബാക്കിയുള്ള പോർഷൻ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തേക്ക് ബൈ ബൈ. അപ്പോൾ ആ സൺഡേ വൈബിൻ്റെ ബാക്കി പത്രമായി. ഞങ്ങൾ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ചർച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കുഞ്ഞിപ്പെണ്ണിന് അല്ല റോണുവിന് പ്രഗ്നൻ്റ് ആയി ഇരുന്നപ്പം മേടിച്ച ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇതൊരു പ്രഗ്നൻസി മെറ്റേണിറ്റി വെയർ ആണ് ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെയർ ചെയ്താണ്. ഞാൻ പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഫുൾ ഇത് കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റേണിറ്റി വെയർ ആണിത്. പിന്നെ റോയിച്ചൻ പിള്ളേരൊക്കെ സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. ഹായ് പറ. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവാം. പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് നേരെ ആൻറ്റീനെ പോയി പിക്ക് ചെയ്യും. അതാണ് ഇന്നത്തെ പ്ലാൻ. അത്രേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ ചേ? പള്ളിയിലെത്തിയിട്ട് എൻ്റെ ഈ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു തരും. അയ്യോ, പള്ളിയിലെത്തിയിട്ട് എൻ്റെ ഈ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു വെയറാണ്, മെറ്റേണിറ്റി വെയറാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോഴും ഞാനിത് വെയർ ചെയ്യും. 7-8 വർഷമായി ഇത് മേടിച്ചിട്ട്. 8 years, മോർ ദാൻ 8 years. സൂപ്പർ അല്ലേ? അടിപൊളി. നമ്മളിതാ പള്ളിയിലേക്ക് എത്തി, പള്ളിയിലേക്ക് പോവുകയാണ്. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇനി പള്ളി കഴിഞ്ഞിട്ട് കാണാം. ബൈ. സൺ കിസ്ഡ് പാം സൺഡേ, ഹാപ്പി പാം സൺഡേ എന്നൊക്കെ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓശാന ഞായറിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. അയ്യോ, അനുഗ്രഹങ്ങൾ ഞാനാണോ നേരത്തെ? സോറി, കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഒരു അബദ്ധം ആർക്കും പറ്റും, കുഴപ്പമൊന്നുമില്ല. സൺ കിസ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കും, റഫ് ഡ്രൈവിംഗ് ആയി പുള്ളി. അപ്പൊ എന്തായാലും പള്ളിയിലത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആന്റീനെ പിക്ക് ചെയ്യാനായിട്ട് അപ്പയുടെ അടുത്തേക്ക് പോവാം. അപ്പൊ പിന്നെ അവിടുന്ന് ഫുഡും കൂടെ കഴിക്കാന്ന് വിചാരിച്ച്. എല്ലാം ഇസ്കലാണല്ലോ നമ്മുടെ അതെ. ഞായറാഴ്ച രാവിലെ പോയി കഴിഞ്ഞാൽ വലിയ പാടാന്നേ, ഒത്തിരി സമയം നമ്മൾ നിൽക്കണം. അതുകൊണ്ട് നമ്മള് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ടും നൈറ്റ് കഴിഞ്ഞതായതുകൊണ്ടും അത്രയും നേരം നിന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്നുള്ളത് കൊണ്ടും നമ്മൾ വൈകിട്ടാണ് പോയത്. നമ്മൾ ആന്റിയുടെ പിക്ക് ചെയ്യാനായിട്ട് അപ്പയുടെ അടുത്തേക്ക് പോവാണ്. പിന്നെ അവിടുന്ന് ഫുഡും കൂടെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം അവർ വീഡിയോ പിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആന്റീനെ പിക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വീഡിയോ എടുക്കുള്ളൂ. അയ്യോ, സൺ കിസ്ഡ് മാറിപ്പോയി. ഓക്കെ, ഓ ഈ സൈഡിൽ നിന്ന് ഇപ്പം എങ്ങനെയുണ്ട്? ആ സൈഡായിരുന്നു ഈ സൈഡായിരുന്നു നല്ലത്? എനിക്ക് എല്ലാ സൈഡും ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ ബൈ, സീ യു ലേറ്റർ. റോയിച്ചൻ കറുത്തിരിക്കണം, കാരണം സൺ കിസ് ചെയ്തില്ല റോയിച്ചിനെ, എന്നെ മാത്രമേ സൺ കിസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിത് ആന്റീനെയൊക്കെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി ഒരു ഹായ് പറഞ്ഞു. ആന്റി ഇനി ആന്റി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ഒരാഴ്ച അല്ലേ? 5 days. മോണ്ടി തേഴ്സ്ഡേ വരെ ഉണ്ടാവും. പെസഹാഴ്ച പള്ളി കഴിഞ്ഞിട്ട് ആന്റി തിരിച്ചു പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ വീട്ടിൽ ചെന്നിട്ട് വേഗം പ്രാർത്ഥിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമായിരിക്കും. അതിനപ്പുറം സിനിമ ഉണ്ടോ ചെന്ന്? ഇല്ലല്ലോ, പിള്ളേർക്ക് നാളെ സ്കൂളുണ്ട്, അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു സൺഡേ വൈബ്സ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.